തലച്ചോറിനകത്തുള്ള എനർജിയാണ് ആത്മാവ് എന്നുള്ള രീതിയിൽ. അപ്പോൾ റീബർത്ത് എന്ന് പറയുമ്പോൾ നമുക്കത് റീബർത്ത് ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു റീസൺ വേണമല്ലോ, ലോജിക്കലി ചിന്തിക്കുമ്പോൾ കണക്റ്റ് ആവണമല്ലോ. ഈ എനർജിയാണ് ആത്മാവ്, അതിൻ്റെ റീബർത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ ശാസ്ത്രീയത എന്താണെന്ന്? അതിൻ്റെ ശാസ്ത്രീയത്തെ പറ്റി എനിക്ക് പറയാനായിട്ട്, റീബർത്ത് എന്ന് പറയണത് മനുഷ്യൻ ഈ ആത്മാവ് നശിക്കുന്നില്ലല്ലോ, ആത്മാവിന് മരണമില്ല. ബ്രെയിൻ മരിച്ചു പോയാലും അതിൻ്റെ ശക്തി എനർജി മാറിപ്പോകുന്നേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ ആ എനർജി വേറെ ഏതെങ്കിലും ഇതിൽ കൂടെ രണ്ടാമത് ജനിക്കാനോ അവതരിക്കാനോ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാവുള്ളൂ. അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യത്തെപ്പറ്റി ആത്മാവെന്ന് പറയുന്നത് ഈ എനർജിയാണെന്നും അതിൻ്റെ ചലനങ്ങൾക്കും അതിൻ്റെ ഏതെല്ലാം അവസ്ഥയുണ്ടെന്നും പറയാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, അതും മഹർഷികൾ പറഞ്ഞിട്ടുള്ളത്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സയൻസ് ഇപ്പോഴത്തെ സയൻസുമായിട്ട് അത് വളരെ ക്ലിയറായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പറയാന്നേ ഉള്ളൂ, നമുക്കുള്ളൂ. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്കൊന്നും പറയാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല. ഞാൻ പുതിയതായിട്ടൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അങ്ങും വിശ്വസിക്കുന്നുണ്ട് അങ്ങ് തിത്തിരി മഹർഷിയുടെ പുനർജന്മമാണ് അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബലമായ വിശ്വാസം. കാര്യം വെച്ചാൽ അല്ലാതെ അങ്ങനത്തെ ഒരു ഋഷിയിൽ നിന്നല്ലാതെ ഇത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരാൻ സാധ്യതയില്ല. എനിക്ക് തന്നെയാണെങ്കിലും ഞാൻ ഈ ബുക്ക് ഇപ്പോഴും വായിക്കുമ്പോഴും ഇത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. അങ്ങനത്താണ് അതിനകത്തെ വിഷയം. എൻ്റെ ഒരു തോട്ടാണ്, ചിലപ്പോൾ ഈ തിത്തിരി മഹർഷി എന്ന് പറയുന്ന ആളുടെ എനർജിയായിട്ട് അങ്ങയുടെ എനർജി, ആ ഒരു ആത്മാവിൻ്റെ ആ ഒരു വൈബ്രേഷൻ അങ്ങനെ ആയിരിക്കില്ലേ? അതിനെപ്പറ്റി ഒന്നും പറയാനായിട്ട് എനിക്കറിയില്ല. കാര്യം ഇത് ഞാൻ എൻ്റെ ഈ സച്ചിദാനന്ദം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓസിലേറ്റിംഗ് എനർജിയാണ്, അത് ആനന്ദമാണ്, അത് സത്താണ്, പ്രപഞ്ചത്തിൻ്റെ സത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പണ്ഡിതമായിട്ട് പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിത ഋഷിയല്ല, ഇപ്പോൾ മരിച്ചു. അങ്ങേർക്ക് ഞാൻ ഈ സബ്ജക്റ്റ് ഈ ലേഖനം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണം, എനിക്ക് നമുക്കൊരു ഉറപ്പാണല്ലോ എന്ന്. അപ്പോൾ അത് വായിച്ചു പുള്ളി എന്നോട് കുറിച്ച് പറഞ്ഞു, മൈക്കിളെ ഇത് സാധാരണക്കാർക്ക് കിട്ടുന്നൊരു അറിവല്ല, ഇത് പ്രപഞ്ചത്തിലെ അറിവുണ്ട്. ഇങ്ങനത്തെ അറിവുകൾ നമുക്ക് കിട്ടുന്നത് അതൊരു ദൈവികമായ ഒരു അറിവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതോ ഋഷിയുടെ പുനർജന്മമായിരിക്കണമെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കുന്നു. അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അങ്ങ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളാണ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് പോലും ഇന്നത്തെ ലോകത്തിന് അറിയാൻ മേലെ വ്യക്തമായിട്ട്. മെഡിറ്റേഷനെ പറ്റി പറയുമ്പോൾ ഒരു വലിയ ചാപ്റ്റർ തന്നെ അത് പറയേണ്ടി വരും. നമ്മുടെ വിഷയം തന്നെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ സയൻസ്. ഇപ്പോഴത്തെ പുതിയ യുഗത്തിലേക്കുള്ള സയൻസ് അത് മനസ്സിലാക്കിയാലേ മനുഷ്യൻ്റെ ഇന്നത്തെ അജ്ഞത മാറി കിട്ടുള്ളൂ. അതായത് ഭഗവത്ഗീതയിൽ 15-ാം അധ്യായത്തിൽ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചാപ്റ്ററുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് വേര് മുകളിലേക്കും താഴേക്ക് ശാഖകളുമായി നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ടെന്നാണ് പറയുന്നത്. വേര് മുകളിലേക്കും താഴേക്ക് ശാഖകളുമായി നിൽക്കുന്ന ഒരു വൃക്ഷമുണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഉപനിഷത്തുകളിലും ചിലയിടത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഭഗവത്ഗീതയിൽ ഒരു ചാപ്റ്റർ മുഴുവൻ ആ വിഷയത്തെ പറ്റിയാണ്, ആ വൃക്ഷം എന്താണെന്നും അതിൻ്റെ പ്രവൃത്തി എന്താണെന്നുമാണ്. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ സയൻസാണ് ഞാൻ ഇതിനകത്ത് ഇതിലിപ്പോൾ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ, മേലോട്ടുള്ള വേരുകളെന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്നും സിഗ്നലുകൾ, എനർജി സിഗ്നൽസ് സ്വീകരിക്കാനുള്ള കഴിവുണ്ട് ഈ ന്യൂറോൺ കോശങ്ങൾക്ക്. അത് നിരന്തരമായിട്ട് അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശാസ്ത്രം ഇന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ന്യൂറോൺ കോശങ്ങളിലേക്ക് അങ്ങനെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് ഋഷികൾ കണ്ടെത്തി പറഞ്ഞതാണ് മുകളിലേക്കുള്ള വേരുകൾ. വേരെന്ന് പറഞ്ഞാൽ സിഗ്നൽ ബന്ധമാണ്. അപ്പോൾ ആ സിഗ്നൽ എനർജി, അതാണ് ഇവിടെ നമ്മുടെ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് എല്ലാത്തിനും സ്വാധീനം വരുത്തുന്നത്. പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ ഇലകളുണ്ടല്ലോ, വേദങ്ങളെന്നാണ് അവർ പറയുന്നത്, ഋഷികൾ പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ വേദങ്ങളെന്നാണ്. വേദമെന്ന് പറഞ്ഞാൽ അറിവാണ്. ഈ ഇലകൾ അറിവാകുമ്പോൾ എന്നതാണ്, ഈ ബ്രെയിൻ ന്യൂറോൺസിൻ്റെ അവിടുത്തെ സോഫ്റ്റ്വെയറെ പറ്റിയാണ് ഈ പറയുന്നത്. ഓരോ ഇലകളും ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ്.
അതായത് നമ്മുടെ ഓരോ അറിവും, പുതിയ അറിവുകൾ. ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു, അത് കുറച്ച് ദിവസം ട്രെയിൻ ചെയ്താലേ അപ്പോൾ ഡ്രൈവർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ അത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യും. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ നമ്മുടെ തലയിൽ, നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കുക, അത് ബ്രെയിൻ സ്ട്രക്ചറിലേക്ക് കയറ്റുക. അതേപോലെ ഏതൊരു പുതിയ പഠനവും ഓരോ അറിവുകളാണ്, അത് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇതിലേക്ക്. അങ്ങനെ വരുമ്പോൾ ആ വൃക്ഷം എന്ന് പറയുന്നത് മനസ്സെ പറ്റിയാണ്. ഈ വൃക്ഷത്തെ പറ്റി പറയുന്നത് മനസ്സിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തെ പറ്റിയാണ് ഋഷികൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പം അങ്ങ് പറഞ്ഞായിരുന്നു മനുഷ്യൻ്റെ എന്താണ് ചിന്തകളെ അത് ബാധിക്കുന്നുണ്ടെന്ന്. അതായത് ആ വേരുകൾ എന്ന് പറയുന്നത് സിഗ്നൽ കണക്ഷൻ ചിന്തകളെ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള എനർജി വേരിയേഷൻസ് ഒക്കെ മനുഷ്യനെ, അതായത് ഓരോ മനുഷ്യന്റെ ജാതകം, അതിലൊക്കെ അങ്ങ് വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും ഇതാണ് അതിന്റെ ബേസ്, അതിന്റെ സയൻസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ റേഡിയൻസ്, ഈ നമുക്ക് വരുന്ന സിഗ്നൽസിന്റെ സ്വാധീനം നമ്മളിലുണ്ട്. ആ സ്വാധീനം കൊണ്ടാണ് നമ്മുടെ ഈ ചിന്തയിലും മറ്റു കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തന രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്, നമ്മൾ അതുപോലെ ആകുന്നതും ഒക്കെ. അതെല്ലാം ഗ്രഹനിലയുടെ സ്വാധീനം, നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളുടെ സ്വാധീനം മനുഷ്യനിലുണ്ട്. അതായത് ഒരു വ്യക്തി ജനിക്കുന്ന സമയം തൊട്ട് ജനിക്കുന്ന ആ ടൈമിൽ ഏത് ഗ്രഹത്തിന്റെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, അത് ആ വ്യക്തിയുടെ ബ്രെയിനിന്റെ എനർജി സ്വാധീനിക്കുന്നുണ്ട്. അത് ലൈഫ് ലോങ് ഇങ്ങനെ അതിന്റെ സ്വാധീനം ഉണ്ടാവുമെന്നാണ് അത് ഇത് ഋഷികൾ പറഞ്ഞിട്ടുള്ളതാണ്, അല്ല ഞാൻ പറയുന്നതല്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിഗ്നൽസ് കണക്ഷൻസ് ഉണ്ടല്ലോ മനുഷ്യൻ പ്രപഞ്ചവുമായിട്ട്, അത് ഗ്രഹങ്ങളുമായിട്ട് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് അതിൻ്റെതായ സ്വാധീനം മാറിക്കൊണ്ടിരിക്കും. അതാണ് ഗ്രഹനിലയെ പറ്റിയും അതിൻ്റെ ശാസ്ത്രം, ഈ ജ്യോതിഷന്മാരൊക്കെ ഇന്ന സമയത്ത് ഇന്നതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങളുടെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന. മായ എന്നാൽ എന്താണെന്ന് അത് തന്നെയാണ് പറഞ്ഞു തരണം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് നമ്മൾ അതാണ്. അപ്പൊ ഈ അവിടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ വൃക്ഷം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ. നമ്മൾ ലോകത്തെ അറിയുന്നത്, മനുഷ്യൻ ലോകത്തെ അറിയുന്നത് മനസ്സിൽ കൂടിയല്ലേ, മനസ്സും ഇന്ദ്രിയങ്ങളിൽ കൂടിയല്ലേ. അത് ഈ വൃക്ഷമാണ്, ഈ സോഫ്റ്റ്വെയറാണ്. ഈ സോഫ്റ്റ്വെയറിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. ആ അറിവാണ്, അതാണ് മായ. ഈ സോഫ്റ്റ്വെയറില്ലേ, ഈ വൃക്ഷമില്ലേ, വൃക്ഷം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് നമ്മളിലുള്ളത്. അത് ഇതിലുള്ളതല്ല, അത് സങ്കല്പമൊന്നുമല്ല, ഇറ്റ് ഈസ് ദയർ. അത് മായയായിട്ടാണ് ആക്ടിവിറ്റി, മായ പോലെയാണ് അത്. ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റിയ അങ്ങനെയുള്ളതല്ല, അത് മനസ്സാണ്, മായയാണ്. അത് അതിൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. ഈ മായയെ അത് പ്രവർത്തിക്കാനായിട്ട് വെറും 10% ന്യൂറോൺസിൻ്റെ പ്രവർത്തനമേ മനുഷ്യന് ഉപയോഗിക്കുന്നുള്ളൂ ബ്രെയിനിൽ. ന്യൂറോൺ 10%. അപ്പോൾ ഈ 10% പ്രവർത്തിക്കുന്ന മുഴുവൻ മായയാണ്. അതിൽ കൂടിയാണ് നമ്മളെല്ലാ ലോകം അറിയുന്നത്. അത് യഥാർത്ഥ അറിവല്ല. മനുഷ്യന് വേറൊരു തലമുണ്ട്. ഈ 10%, അതാണ് വൃക്ഷത്തെ വെട്ടിമാറ്റുക എന്ന് പറയുന്നത് ഋഷികൾ. വെട്ടിമാറ്റുക, അതുമ്പോൾ നീ പുരുഷോത്തമനിലേക്ക് മാറും, അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, അതിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഈ വൃക്ഷത്തെ വെട്ടിമാറ്റുക എന്ന് പറയുന്നതിൻ്റെ ഇന്നർ വിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിരോധിക്കുക, അതിൻ്റെ പ്രസൻസിനെ നമ്മൾ ഇല്ലാതാക്കുക, ഒഴിവാക്കുക. അത് ഒഴിവാക്കുമ്പോൾ ഈ 10% ചലിച്ചുകൊണ്ടിരിക്കുകയല്ല, ഈ തലച്ചോറിൽ നിന്ന് താഴോട്ടും ഈ സുഷുമ്നാനാഡിയിൽ കൂടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലേക്കെല്ലാം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഓസിലേറ്റ് ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 10% പ്രവർത്തനം നിർത്തുക എന്നുള്ളതാണ് ഈ വൃക്ഷത്തെ വെട്ടിമുറിക്കുക എന്ന് ഋഷികൾ പറയുന്നത്. പക്ഷേ ഈ 10% പ്രവർത്തനം അവിടെ നിന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? സൂക്ഷ്മ നാഡിയിലുള്ള ആ എനർജി, ഓസിലേറ്റിംഗ് എനർജി ഇല്ലേ, അതവിടെ ഇല്ലാതാവും, വെക്കറ്റാവും. ഇത് അപ്പോൾ സൂക്ഷ്മ നാഡി പ്യൂറാവും, അതിനകത്ത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എനർജി ഇതൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ 90% അവിടെ ഉണ്ട്. ഏത് ന്യൂറോൺസിൻ്റെ 90% അവിടെ ഇരിക്കുക സാക്ഷിയായിട്ട്. ആ എനർജി പുറത്തോട്ട് വന്നിട്ടില്ല. ഈ വൃക്ഷത്തെ വെട്ടിമുറിച്ച് മാറ്റിയാൽ ആ എനർജി സൂക്ഷ്മനാഡിയിൽ നിന്ന് താഴേക്ക് വരാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. ഈ വെട്ടിമുറിച്ച അവസ്ഥയാണ് ഈ ധ്യാനമെന്ന് പറയുന്നത്. അങ്ങനെ ആ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറുള്ള 90% തലച്ചോറുള്ള ന്യൂറോൺ കോശങ്ങളിൽ നിന്നുള്ള തരംഗപ്രവാഹം ഒരേ സമയത്ത് താഴോട്ട് വരും. സൂക്ഷ്മ നാഡിയിൽ കൂടെ താഴോട്ട് വരും. താഴെ വന്ന്
മൂലാധാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് മേലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് മേലോട്ട് ഉണർന്നു വരികയാണ്. അതിനെയാണ് കുണ്ടലിനിയുടെ ഉണർവെന്ന് പറയുന്നത്. അല്ലാതെ അവിടെ മൂലാധാരത്തിൽ ഒരു പാമ്പ് വളഞ്ഞുകൂടി കിടപ്പുണ്ട്, അതിനെ നമ്മൾ ബലം പിടിച്ചൊക്കെ ഉണർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ എന്തിനാണ് ഈ കുണ്ടലിനി ഉണരുമെന്നൊക്കെ പറയണം. യഥാർത്ഥത്തിൽ അവിടെ ശക്തിയൊന്നുമില്ല. മൂലാധാരത്തിൻ്റെ ഘടന എങ്ങനെയാണ്? മുകളിൽ നിന്ന് വരണ ന്യൂറോൺ കോശങ്ങളിൽ നിന്ന് വരണ ഈ എനർജി, ക്വാണ്ടം എനർജികളെ അത് എനർജിയുടെ ക്വാണ്ടംസാണ്. എന്നുവെച്ചാൽ കോടിക്കണക്കിന് ഒരടിക്ക് വരികയാണ്. അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അത് ഇരട്ടിയാക്കി റിഫ്ലക്റ്റ് ചെയ്ത് മേലോട്ട് വിടും. അതാണ് കുണ്ടലിനിയുടെ ഉണർവ്. അവിടെ മനുഷ്യൻ തുടങ്ങിയാണ് ഈ 10% അല്ലാത്ത ഇന്ദ്രിയങ്ങളിലും മനസ്സും കൂടി അല്ലാത്ത വേറൊരു അറിവിലേക്ക് നമ്മൾ മാറിയാണ്. അതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ അറിവ്. അതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? പ്രസരണത്തിൽ കൂടിയാണ് നമ്മൾ ലോകത്തെ അറിയുന്നത്. തരംഗപ്രസരണം എന്ന് വെച്ചാൽ മൂലാധാരത്തിൽ നിന്ന് അവിടെ പ്രസരിക്കുകയാണ് ലോകത്തിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്. അതിൽ കൂടെ നമ്മൾ അറിയുകയാണ്. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ണിൽ കൂടിയോ കാഴ്ചയിൽ ഒന്നുമല്ല. ആ അറിവാണ് യഥാർത്ഥ അറിവ്. പക്ഷെ അത് അവിടെ നിന്ന് മൂലാധാരത്തിൽ നിന്ന് പിന്നെയും മേലോട്ടുള്ള ചക്രങ്ങളിലേക്ക് കൂടിക്കൂടി മേലോട്ട് പോകും. ഓരോ ചക്രത്തിലും ചെല്ലുമ്പോഴും ആ ചക്രങ്ങളെല്ലാം ഈ എനർജിയെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെയും മേലോട്ട് വിടുകയാണ്. അത് റിലേ സ്റ്റേഷൻ പോലെയാണ്. അങ്ങനെ മേലോട്ട് വന്ന് ആജ്ഞാചക്രത്തിൽ ചെല്ലുമ്പോൾ മനുഷ്യൻ ശരിക്കും ദൈവിക അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് അറിവുകളും, അതാണല്ലോ ഈ ഇതിലൊക്കെ പറയുന്ന സിദ്ധികൾ. ആ സിദ്ധികളൊക്കെ ആ സമയത്ത് വന്നിരിക്കും, മനുഷ്യന് വരും. അങ്ങനെയുള്ളൊരു കഴിവുള്ള, അങ്ങനെ സാധ്യതകളുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ഇന്ന് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിലുള്ള കുറേ പണ്ഡിതന്മാരും കുറേ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഇരുന്നിട്ടൊക്കെ പറയുന്നുണ്ട് കുണ്ടലിനിയെ പറ്റിയൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. ഇങ്ങനെ ഒരു എനർജിയാണ്. അത് അവിടെ മൂലാധാരത്തിലല്ല, അത് തലച്ചോറിലെ എനർജി വീഴോട്ട് പോയിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് തിരിച്ച് മേലോട്ട്. അതാണ് സംഭവിക്കുന്നത്.